കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. ശ്രീ രാജു പി നായർ, ഇന്നിപ്പോൾ LDF യോഗശേഷം ഘടകകക്ഷികളുടെ പ്രതികരണം താങ്കൾ കണ്ടല്ലോ. ഏറ്റവും ശക്തമായി വർഗീസ് ജോർജിന്റെ പ്രതികരണമാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഈ രാഷ്ട്രീയ വിഷയത്തിൽ മറുപടി വേണ്ടേ? അത് ചർച്ച ചെയ്യപ്പെട്ടില്ല, അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് ഉന്നയിക്കുന്നു, ചർച്ച ചെയ്തു. പക്ഷേ അതിന്മേൽ അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തിന് സമയമുണ്ടല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയം എന്നുള്ളത് 1 മാസമാണ്. സുജിത് ദാസിനെതിരെ എത്ര സമയമെടുത്തു? സുജിത് ദാസ് IPSനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുത്തു? P. വിജയൻ IPSനെ സസ്പെൻഡ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? എന്തായിരുന്നു ആരോപണം? ഏലത്തൂർ തീവണ്ടി തീവെപ്പ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഒരു മാധ്യമം കാണിച്ചു. അപ്പോൾ വന്നതിന്റെ വിവരം ചോർത്തി കൊടുത്തു എന്നുള്ളത്, അതിലുള്ള കുറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് P. വിജയൻ സസ്പെൻഡ് ചെയ്തല്ലോ. എത്ര ദിവസം എടുത്തു? അജിത് കുമാറിനുള്ള IPS തന്നെ അല്ലേ സുജിത് ദാസിനുള്ള IPS? അത് IPS തന്നെ അല്ലേ P. വിജയനുള്ള IPS? അപ്പൊ വളരെ കൃത്യമാണ് സ്മൃതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇന്നത്തെ ചർച്ചയിൽ CPM പ്രതിനിധി ഇല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അയക്കുന്നില്ല, അത് തന്നെയായിരിക്കും ഇന്നും എന്ന് ഞാൻ കരുതുന്നു. CPM പറയുന്ന കാര്യം CPMന്റെ അണികൾക്ക് ബോധ്യപ്പെടുന്നില്ല, CPMന്റെ ഘടകകക്ഷികൾക്ക് ബോധ്യപ്പെടുന്നില്ല. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, CPMന്റെ പാർട്ടി സെക്രട്ടറി 2 or 3 തവണ ഇതിൽ പ്രതികരിച്ചു. ഇന്ന് LDFന്റെ കൺവീനർ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്ന പോലെ ഒരു തള്ളാണെങ്കിലും ആ ഗീർവാണ പ്രസംഗം നടത്തി. ഈ 3 നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഗീർവാണം നടത്തിയിട്ട് ജനങ്ങളോട് പാർട്ടിയുടെ നിലപാട് ഇന്നതാണ് എന്നു പറയാൻ CPMന്റെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിടുന്നില്ല എന്നു പറഞ്ഞാൽ ആ പറയുന്ന പ്രതിരോധത്തിന്റെ മുഴുവൻ കാതൽ എത്രത്തോളം ഉണ്ട്, അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അതല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഒരു നിലപാട് പറഞ്ഞാൽ CPMന്റെ അതെന്തു ആയിക്കോട്ടെ, അത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ അംഗീകരിക്കാൻ കഴിയാത്തതാണോ എന്തു ആയിക്കോട്ടെ, 150 കോടി അൻവർ ആരോപണം ഉന്നയിച്ചപ്പോ അത് ഏറ്റുപറയാനായിട്ട് CPMന്റെ പ്രതിനിധിമാരുണ്ടായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവിനെതിരെ. വിജിലൻസ് അവസാനം ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൊടുത്ത കേസാണ്. അങ്ങനെ CPMന്റെ പാർട്ടി സെക്രട്ടറിയും LDFന്റെ കൺവീനറും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരണം നടത്തിയിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് ചർച്ചയിൽ വന്ന് ജനങ്ങളോട് പറയാൻ കഴിയാത്ത CPMന്റെ അവസ്ഥ. ആ ഗീർവാണം കേട്ടുകൊണ്ട് CPIയും RJDയും എല്ലാം JJD ഒക്കെ അതിനകത്ത് ആ മുഖ്യമന്ത്രിയുടെ സമയം ആവശ്യപ്പെട്ടത് കേട്ട് പഞ്ചപുച്ഛമടക്കി പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഈ LDFനെ സംബന്ധിച്ചോളം RSSുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ യാതൊരു കുഴപ്പവുമില്ലെന്നാണ്. CPI തങ്ങളുടെ അനുകളെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യം ഇതിനകത്തുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുറത്തു വന്ന് ഗീർവാണ പ്രസംഗം നടത്തുന്നുണ്ട്. ബിനോയ് വിശ്വക്കത്ത് ആ ചടയൻ ഗോവിന്ദനും അതുപോലെ ശ്രമിക്കണം നമ്മുടെ വെളിയം ഭാർഗവനൊക്കെ ഇരുന്ന കസേരല്ലേ ഇരിക്കുന്നത്. വെളിയം ഭാർഗവൻ തല ഉയർത്തിയെന്ന് CPMനോട് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് അതിന്റെ ദുരനുഭവം ഉണ്ടായി. ഒരു തെരഞ്ഞെടുപ്പ് AKG സെന്ററിൽ വെച്ച് നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലായി പോയി, അല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു എന്ന് ഇന്നത്തെ പിണറായി വിജയൻ, പഴയ പിണറായി വിജയൻ വെളിയം ഭാർഗവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും തല ഉയർത്തിയെന്ന് അഭിപ്രായം പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നു. സഖാവ് ബിനോയ് വിശ്വമൊക്കെ ഈ പണി നിർത്തിപ്പോയി കൂടെ. ഇനി ഈ ഇടതുപക്ഷം എന്ന് ഇനി ഇവർക്ക് വിളിക്കാൻ CPIക്ക് അധികാരമില്ല, CPIക്ക് പോലും പറയാൻ പറ്റില്ല. നോക്കൂ എന്താ പറയുന്നത്. EP ജയരാജന്റെ പുറത്തേക്ക് RSS പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന് കുഴപ്പമില്ല, അതുകൊണ്ടല്ല പുറത്താക്കിയത്. LDF കൺവീനർ പറയാണ് RSSന്റെ നേതാക്കന്മാരെ 2 പേരെ 10 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ പോയി സംസാരിച്ച് RSSന്റെ ഒരു മധ്യസ്ഥന്റെ കാറിൽ കയറി സ്വകാര്യ സന്ദർശനം നടത്തിയ ADGPയെ പുറത്താക്കേണ്ട കാര്യം പോലുമില്ല. ഞങ്ങൾ സംസാരിക്കണമെങ്കിൽ ഈ ഹൊസാബിനോടല്ല, ഞങ്ങൾക്ക് മോഹൻ ഭഗവതിനോട് നേരിട്ട് സംസാരിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ RSSുമായിട്ട് ഇവർക്ക് ചങ്ങാത്തം ഉണ്ടാവുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല എന്ന് CPM ഉറച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്തിനാണ് CPMന്റെ അണികൾ മതേതര പാർട്ടിയാണെന്നും RSSനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്? സ്വയം പുച്ഛം തോന്നില്ലേ, സ്വന്തം പുച്ഛം തോന്നില്ലേ? EP ജയരാജൻ RSSനെ കണ്ട പ്രകാശ് ജാവ്ദേക്കറിന്റെ പേരിലല്ല പുറത്താക്കപ്പെട്ടത്. ADGP കണ്ടിട്ട് പറയുന്നില്ല. തൃശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെ പുറത്തു വന്നിട്ട് അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ CPM RSSന്റെ ATയുമായി മാറിയിരിക്കുന്നു. RSSന്റെ നയം നടപ്പിലാക്കുന്ന സംവിധാനമാണ് CPMന്റെ സംവിധാനം.
കാരണം BJP-യുമായിട്ട് ചങ്ങാത്തം ഞങ്ങൾ പണ്ട് നടത്തിയിട്ടുണ്ട്. 1977 ഞാൻ ജയിച്ചത് RSSന്റെ പിന്തുണയോടുകൂടിയാണ്. എനിക്ക് KG മാരാര് ബാറ്റ് കുത്തി തന്നിട്ടുണ്ട്. ഇതെല്ലാം സത്യമാണ്. പക്ഷെ പ്രസംഗത്തിൽ ഞാൻ ഇതെല്ലാം നിങ്ങളാ ചെയ്തെന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് RSSുമായി യാതൊരു പ്രശ്നവുമില്ല.